എന്റെ മണ്ഡലത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഒഴിപ്പിക്കാൻ വരില്ലല്ലോ, ആരും ആ പ്രദേശത്തൂടി പോവില്ല. അതുപോലെ നിങ്ങളുടെ അടുത്തുകൂടി ഒരാൾ നിങ്ങളെ ഒഴിപ്പിക്കാൻ ഈ സ്ഥലത്തിന്റെ പരിസരത്ത് നിന്ന് ഒരാളും വരില്ല. ഒരാൾ, ഞാൻ ആ വാക്ക് ആദ്യം തരിക. പിന്നെ സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങൾക്കൊന്നും വീഴരുത്. അത് ആളുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞത്. നിങ്ങളുടെ വിഷയം മുസ്ലിം ക്രൈസ്തവ വിഷയമല്ല. കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും പിന്തുണ ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചു. ഞങ്ങളത് സംസാരിച്ചിട്ടുണ്ട്, പ്രാഥമികമായി സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കൂടെയാണ് അവരെല്ലാവരും. സർക്കാർ വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ നടക്കും. കേരള സർക്കാർ വിചാരിച്ചു അവർ വെച്ചിരിക്കുന്ന വഖഫ് ബോർഡാണ്. അവരൊക്കെ തീരുമാനമെടുത്താൽ മതി. അവരെന്തിനാ കോടതിയിൽ പോകുന്നത്? ഞാൻ പറയുന്നു, ആവർത്തിച്ചു പറയും, ഇത് വഖഫ് അല്ല. 2008 അച്യുതാനന്ദ ഗവൺമെന്റ് വന്നപ്പോൾ ഒരു നിസാർ കമ്മീഷൻ വെച്ചു. പാർട്ടിക്കാരനാണ്, ജഡ്ജായിരുന്നു, പാർട്ടിക്കാരനാണ്, അവരുടെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് പറയുന്നത് ഇത് ആദ്യം ഈ കമ്മീഷൻ ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് UDFന്റെ കാലത്ത് വഖഫ് ബോർഡിന്റെ ചെയർമാൻമാരുണ്ടായിരുന്നു. പാണക്കാടത്തെ ഉമറലി തങ്ങള്, പാണക്കാടത്തെ റഷീദ് അലി തങ്ങള്, അവരാരും ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞ് ഇവരെ ഒഴിപ്പിക്കാനോ ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. അവരിപ്പോഴും പറയുന്നത് ഇത് വഖഫാണെന്ന് പറയുന്നത് ഇസ്ലാമിന് യോജിച്ചല്ല എന്നാണ് അവരുടെ നിലപാട്. ഇത് ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലൊരു വിഷയമാക്കി മാറ്റി തമ്മിലടിപ്പിക്കണം. അതിൽ കുറെ പേര് ഇറങ്ങിയിരിക്കുക. ഇനി ഈ വിഷയം ഇപ്പോഴത്തെ ബില്ല് മുഴുവൻ വായിച്ചു നോക്കിയ ആളാണ്. ഈ വഖഫ് ബില്ല് എവിടെ നിയമം പാസ്സാക്കാൻ പോണ ബില്ല്, ഇതിൽ ഏത് നിയമം ഈ നിയമം പാസ്സാക്കിയാൽ നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. ഇപ്പൊ പറയുന്നതിന് അനുകൂലമായിട്ട് പറയുന്നവര് ഇതിന്റെ 40ാം വകുപ്പ് എടുത്തു കളഞ്ഞു. അതുകൊണ്ട് ഗുണമെന്ന്. 40ാം വകുപ്പിൽ എന്താ പറയുന്നത്? 40ാം വകുപ്പിൽ വഖഫ് പ്രോപ്പർട്ടിയിൽ അവസാന തീരുമാനം എടുക്കാൻ വഖഫ് ബോർഡിന് അനുവാദം ഉണ്ടായിരുന്നു. അത് എടുത്തു കളഞ്ഞു എന്നാണ്. അത് എടുത്തു കളഞ്ഞാൽ ഇത് പ്രോപ്പർട്ടി നിങ്ങളിലേക്ക് വരുമോ? അപ്പോ കൂടുതൽ അനിശ്ചിതത്വം ഉണ്ടാവുള്ളൂ. പിന്നെ ആരാണ് തീരുമാനിക്കേണ്ടത് ആരുടെ പ്രോപ്പർട്ടിയാണെന്ന്? ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ, തർക്കം ഉണ്ടായാൽ പിന്നെ ആരാണ് തീരുമാനിക്കേണ്ടത്? പിന്നെ തീരുമാനിക്കാൻ കോടതികളിലേക്കും നീണ്ട വ്യവഹാരങ്ങളിലേക്കും പോകും. അല്ലാതെ ഒരു പരിഹാരവും ഈ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ കൊണ്ടുവരുന്ന ഈ വഖഫ് നിയമം വഴി നിങ്ങൾക്ക് ആർക്കും ലഭിക്കാൻ പോകുന്നില്ല. ഈ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമത്തിൽ ഈ വഖഫ് ബോർഡിൽ 11 പേരുണ്ട്. ആ 11 പേരിൽ കൊണ്ടുവരുന്ന നിയമത്തിൽ നിർദ്ദേശിക്കുന്ന എന്താ അറിയോ? അതിൽ 2 പേര് അമുസ്ലിങ്ങളാകണമെന്ന്. എന്ത് മര്യാദയാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ്, ദേവസ്വം കമ്മീഷൻ നിയമം കൊണ്ടുവരികയാണ് ഗവൺമെന്റ്. അത് ഹിന്ദു ആകണമെന്ന് നിർബന്ധമില്ലെന്ന്. അവിടെ പോയി ഒരു മുസ്ലിമിന് ഇരിക്കാൻ പറ്റുമോ? ഏത് ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിട്ട്? എന്തു മര്യാദയാണത്? അതാണ് വഖഫ് ബില്ലിലുള്ള പാര. ഇവരുടെ ഉദ്ദേശം ഇതൊന്നുമല്ല. ഈ ബില്ലും നിങ്ങളുടെ പ്രശ്നവും തമ്മിൽ ഒരു ബന്ധമില്ല. ഈ ബില്ല് പാസ്സായാലും നിങ്ങൾക്ക് ഒരു ഗുണം ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് ചില ഈ സോഷ്യൽ മീഡിയയിൽ എന്ത് തോന്നിയാസം എഴുതാല്ല കുറെ ആളുകൾക്ക്.